എല്ലാവർക്കും ലിജോസ് ന്യൂ ബിഗിൻ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാവോ? നമ്മുടെ പാക് ചോയ് വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് വെള്ളമെടുക്കാൻ പരുവായിട്ട് നിപ്പുണ്ട്. പാക് ചോയിനെ കുറിച്ച് പല കമന്റ്സ് ഒക്കെ വന്നായിരുന്നു. നമ്മള് അമേരിക്കയിൽ ഇതിനെ ബോക് ചോയ് എന്നാ പറയുന്നത്. അത് കണക്ക് തന്നെ ഇതിനെ പോക് ചോയ് എന്ന് പറയാറുണ്ട്. ഇത് ഒരു ടൈപ്പിലെ ചൈനീസ് ക്യാബേജ് ആട്ടോ. ഇതിന് ഒത്തിരി പോഷക ഗുണങ്ങളൊക്കെ ഒത്തിരി ഉള്ള സാധനമാണ്. അപ്പൊ കാണിച്ചു തരട്ടെ ഞങ്ങളുടെ പാക് ചോയ് എത്ര വരെ വളർന്നെന്ന്. ഇത് ഞങ്ങളെ നട്ട സമയത്ത് വീഡിയോ എടുത്തായിരുന്നു. അപ്പൊ അതിന്റെ കമന്റ്സിൽ ഒത്തിരി കമന്റ്സ് വന്നു, ഇതിന് പാക് ചോയ് നല്ല പറയണ്ടേ, ബോക് ചോയ് എന്നാന്നൊക്കെ. അത് അമേരിക്കയിൽ നിന്നാണ് കൂടുതൽ കമന്റ്സ് അങ്ങനെ വന്ന കേട്ടോ. അപ്പൊ അമേരിക്കയിൽ ഇതിന് ബോക് ചോയ് എന്നാ പറയുന്നത്. ഇവിടെ ന്യൂസിലൻഡില് പാക് ചോയ് എന്നാണ് പറയുന്നത്. പിന്നെ ഈ പാക് ചോയ് 2 ടൈപ്പിൽ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഒന്ന് ഫുള്ളി ഗ്രീൻ ആയിരിക്കും, 2 അല്ല അത് കൂടുതലുണ്ട്, പല വെറൈറ്റീസ് ഉണ്ട്. മെയിൻ ആയിട്ട് 2 വെറൈറ്റീസ് ആണ്. ഒന്ന് ലീഫിന് ഗ്രീൻ കളറും സ്റ്റെമ്മിന് വൈറ്റ് കളറും ആയിരിക്കും. രണ്ടാമത്തെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെമ്മിന് ലൈറ്റ് ഗ്രീൻ കളറും ലീഫിന് ഡാർക്ക് ഗ്രീൻ കളർ ആയിരിക്കും. ആ 2 വെറൈറ്റീസാണ് മെയിൻ ആയിട്ടുള്ളത്. കൂടാതെ പർപ്പിൾ, റെഡിഷ് പർപ്പിൾ കണക്കത്തെ ലീവ്സും ഉള്ള പാക് ചോയ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അത് നമ്മൾ കണ്ടിട്ടില്ല. എനിവേ നമ്മുടെ പാക് ചോയ് വൈറ്റ് സ്റ്റെമ്മും ഗ്രീൻ ലീവ്സുമാണ്. പാക് ചോയ് സാധാരണ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇത് സ്റ്റീം ചെയ്തിട്ട് വെജിറ്റബിൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ സൂപ്പിൽ ഇടുന്നവരുണ്ട്. പിന്നെ സ്റ്റിർ ഫ്രൈ ആക്കിയിട്ട് അത് നോൺ വെജിന്റെ കൂടെയോ അല്ലാണ്ടൊക്കെ കഴിക്കുന്നവരുണ്ട്. നമ്മളിപ്പം തോരൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. ഇതിന് സാധാരണ കാബേജിന്റെയും സ്പിനച്ചിന്റെയും ഒക്കെ ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം എനിവേ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഇത് സാധാരണ ഫുൾ തണ്ടോട് കൂടിയാ ഹാർവെസ്റ്റ് ചെയ്യണം. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് വലിച്ചെടുത്തിട്ട് അതിന്റെ റൂട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം ഇതിന്റെ ചെറിയ ലീവ്സ് ഒക്കെ ഇല്ലേ, അത് അവിടെ തന്നെ നിർത്തുവാണ്. അപ്പൊ അത് വലുതാകുമ്പോൾ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ വലിയ ലീവ്സ് മാത്രം കട്ട് ചെയ്ത് എടുത്തിട്ട് ചെറിയ ലീവ്സ് ഒക്കെ അവിടെ തന്നെ വെച്ച് കൊടുക്കുവാണ്. ഇതിന് നമ്മൾ ഒത്തിരി പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ആ സോയിൽ പ്രിപ്പറേഷൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളായിരുന്നു. ശരിക്കും ഇതിന് വെൽ ഡ്രെയിൻഡ് ആയിട്ടുള്ള സോയിൽ വേണം. അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. ശരിക്കും പറയുന്നത് ഇത് സ്പ്രിംഗ് സീസണിൽ നട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലപോലെ ഉണ്ടാകുമെന്ന്. ഇപ്പം നമ്മൾ വിൻ്ററിലാണേലും നട്ടാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ നട്ടു. അതായത് കോൾഡ് ടോളറൻറ്റും കൂടിയാണ് കേട്ടോ ഈ വെജിറ്റബിൾ. നമ്മൾ നട്ട പാക് ചോയ് ഫസ്റ്റ് വളർന്നതെത്തിയത്. സെലറി ആണെങ്കിലും നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. പിന്നെ സിൽവർ ബീറ്റും അതുപോലെ തന്നെ കെയില് കണ്ടോ, ഇതിന്റെ തൊട്ടപ്പുറത്ത് വളർന്നു വരുന്ന ഈ കെയിലും ഒക്കെ നല്ലപോലെ വളർന്നു വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ വിളവെടുപ്പ് അതൊക്കെ ആയിരിക്കും. ഇതുണ്ടോ, ഞാൻ ആ വലിയ ലീവ്സ് എല്ലാം കട്ട് ചെയ്തെടുത്ത് ആ സ്മോൾ ലീവ്സ് ഒക്കെ അവിടെ തന്നെ വിട്ടേക്കാണ്. അപ്പൊ അത് വളർന്നു വന്നു കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വിളവെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വേറെ നട്ടു കൊടുക്കേണ്ട കാര്യം വരത്തില്ല. ഇപ്പം നമ്മൾ ഫുൾ പറിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് ഇങ്ങനെ പോരില്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നോക്കിക്കേ, നമ്മുടെ പാക് ചോയ് കണ്ടോ, നല്ല രസമുണ്ടല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് തോരൻ വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരു പുതിയ വെജിറ്റബിൾ ആയിരിക്കും. കാരണം ഇത് നാട്ടിലുണ്ട്, ഇല്ലാണ്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നഴ്സറിയിലൊക്കെ ഇതിൻ്റെ സീഡ് കിട്ടുവാണെങ്കിൽ നമ്മുടെ നാട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാം. അതായത് 40 ദിവസം കൊണ്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയ വെജിറ്റബിൾ കേട്ടോ. ഇതിന് ഒത്തിരി പോഷക ഗുണങ്ങളുള്ള സാധനം കേട്ടോ. വൈറ്റമിൻ എ ഉണ്ട്, ഡി ഉണ്ട്, സി ഉണ്ട്, കെ ഉണ്ട്. അതുപോലെ തന്നെ ഫോളേറ്റും വൈറ്റമിൻ B6 ഉണ്ട് കേട്ടോ. അതുപോലെ ഒത്തിരി ആൻറ്റി ഓക്സിഡൻസ് റിച്ചാണ്. പല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള സാധനം കേട്ടോ. നമ്മൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഇതിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്തൊരു പുതിയ വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.